ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു 4 മണി പലഹാരമാണ്. അപ്പോൾ ഇതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമേ ഞാൻ ഒരു വലിയ ബൗളിൽ 2 കപ്പോളം മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 തൊട്ട് 3 ടേബിൾ സ്പൂൺ വരെ റിഫൈൻഡ് ഓയിലാണ് ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് ഏത് ബ്രാൻഡ് റിഫൈൻഡ് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാൻ സൺഫ്ലവർ റിഫൈൻഡ് ഓയിലാണ് യൂസ് ചെയ്തേക്കുന്നത്. എന്നിട്ടിത് നല്ലപോലെ നമുക്കൊന്ന് കുഴച്ചെടുക്കാം. ഒരു പുട്ടിൻ്റെ പരുവത്തിലാണ് നമ്മളിത് കുഴച്ചെടുക്കേണ്ടത്. അപ്പോൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ അത്രയും ധൃതി കൂട്ടരുത്. വെള്ളം ഒഴിക്കുന്നതിൻ്റെ മുമ്പ് നല്ലോണം എണ്ണ മിക്സ് ആവണം. ഇതുപോലെ നല്ലോണം കുഴച്ച് കൊടുക്കുക. ഇത് ഏകദേശം പുട്ടിൻ്റെ പരുവത്തിൽ ഇപ്പോൾ ആയിട്ടുണ്ട്. ഇത് നമ്മളെങ്ങനെ കൺഫേം ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നല്ലോണം മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമ്മളൊന്ന് കൈ കൊണ്ടൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇത് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും ഇതുപോലെ നല്ല ഫേം ആയിട്ടിരിക്കണം. അപ്പോൾ നമ്മുടെ ഓയിൽ ഇതിനകത്ത് നല്ലോണം മിക്സായിന്ന് നമുക്ക് കൺഫേം ചെയ്യാം. ഇനി അടുത്തായിട്ട് ഇതിനകത്ത് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നമുക്ക് ആവശ്യമനുസരിച്ച് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ കുറച്ച് അയമോദകം അല്ലെങ്കിൽ അജ്വൈൻ സീഡ്സ് എന്ന് പറയുന്നതിന് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവറും കൂടി കിട്ടും നമ്മുടെ ഈ കിഴി ചിക്കൻ്റെ ബേസിന്. ഇതെല്ലാം കൂടി നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനകത്ത് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പം വെള്ളം ബാച്ചസിലാണ് ഒഴിക്കേണ്ടത്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് ഒഴിക്കുന്ന അത്രയും സ്റ്റിഫായിട്ട് കുഴക്കരുത്. ഇത് കുറച്ച് സോഫ്റ്റ് ആയിട്ടിരിക്കണം. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പം ധൃതി കൂട്ടരുത്. കുറച്ച് ബാച്ചസിൽ വേണം, കുറച്ചായിട്ട് വേണം നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇത് നല്ലോണം പ്രസ് ചെയ്ത് കൊടുക്കാം. ഏകദേശം നമ്മുടെ ഡവ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് നല്ല സോഫ്റ്റാണ്. നമ്മൾ സാധാരണ പൂരിക്കും ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ അത്രയും ഹാർഡല്ല. എന്നിട്ട് ഇതിന് മുകളിൽ നമ്മൾ കുറച്ച് വെള്ളം തൂത്ത് കൊടുക്കുകയാണ്. വെള്ളം അല്ലെങ്കിൽ എണ്ണ എന്തായാലും നമ്മൾ ചെറുതായിട്ടൊന്ന് തൂത്ത് കൊടുത്താൽ മതി. ഇതൊന്ന് മോയ്സ്ചർ റിറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ ഇത് ഡ്രൈ ആയി പോവും. ഇതിൻ്റെ മോയ്സ്ചർ ലോക്ക് ചെയ്യാൻ വേണ്ടി ഇതുപോലെ ഒരു കോട്ടൺ തുണി നനച്ച് നമുക്കിതിൻ്റെ മുകളിൽ ഇട്ട് എടുക്കാം. നല്ലോണം കവർ ചെയ്ത് വെക്കാം. ഇനി അടുത്തായിട്ട് നമ്മളിതിൻ്റെ ചിക്കൻ സ്റ്റഫിങ് ഉണ്ടാക്കാൻ പോവാണ്. അതിനുവേണ്ടി ഞാനൊരു ചീനിച്ചട്ടി അടുപ്പിൽ വെച്ചേക്കാണ്. കുറച്ച് റിഫൈൻഡ് ഓയിലാണ് യൂസ് ചെയ്തേക്കുന്നത്. നോൺ സ്റ്റിക്ക് ആയത് കാരണം ഇന്നത്തെ അധികം എണ്ണേൻ്റെ ആവശ്യം വരുന്നില്ല. ഇതിലേക്ക് ഞാൻ ഏകദേശം ഒരു 1 മീഡിയം സൈസ് ഫൈനലി ചോപ്ഡ് ഓനിയൻ ആഡ് ചെയ്യാണ്. ഫൈനലി ചോപ്പ് ചെയ്ത് വെച്ച് ജിഞ്ചർ ഗാർലിക് ആഡ് ചെയ്യാണ്. നിങ്ങൾക്ക് ഇതിനകത്ത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഏകദേശം ഒരു 1 to 2 ടേബിൾ സ്പൂൺ വരെ ആഡ് ചെയ്യാം. ഇത് നല്ലോണം ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് ഇച്ചിരി പെട്ടെന്നായി കിട്ടാൻ വേണ്ടി ഞാൻ ഇതിനകത്ത് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. തൽക്കാലം കുറച്ച് ഉപ്പ് മാത്രമേ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. പിന്നെ നമുക്ക് ഉപ്പ് ആവശ്യമനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇതൊന്ന് പെട്ടെന്നായി കിട്ടാൻ വേണ്ടിയാണ്. ഉപ്പ് നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ നേരത്തെ കുക്ക് ചെയ്ത് വെച്ച് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ചിക്കൻ ഞാൻ പ്രഷർ കുക്കറിലിട്ട് ഏകദേശം ഒരു വിസിൽ വരെ ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ആകെ ഉപ്പും മഞ്ഞളും മാത്രമേ ചേർത്തിട്ടുള്ളൂ. എനിക്കിത് ഷ്രെഡ് ചെയ്തെടുക്കായിരുന്നു. വേറൊരു മസാലയും ചേർത്തിട്ടില്ല.
ഇതിലേക്ക് ഏകദേശം 2 ടേബിൾ സ്പൂണോളം ചില്ലി പൗഡർ ആഡ് ചെയ്യണം. ഏകദേശം 1 ടേബിൾ സ്പൂണോളം ക്രഷ് ചെയ്ത് വെച്ച പെപ്പർ. നിങ്ങൾക്ക് ചില്ലി പൗഡറും പെപ്പറൊക്കെ നിങ്ങളുടെ സ്പൈസ് ടോളറൻസ് അനുസരിച്ച് കൂട്ടോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇതിലേക്ക് ഏകദേശം 1 ടേബിൾ സ്പൂണോളം ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഉലുവയില അല്ലെങ്കിൽ കസൂരി മേത്തി, ഇതും കുറച്ച് നമുക്ക് ഇത് ഓപ്ഷണലാണ്, ആഡ് ചെയ്യാം. അല്ലെങ്കിൽ മല്ലിയില ഉണ്ടെങ്കിൽ അത് ആണെങ്കിൽ നമുക്ക് ഇന്നത് ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ ഫ്ലേവറിന് വേണ്ടി ആഡ് ചെയ്യുന്ന ഒരു സാധനങ്ങളാണ്. അപ്പോൾ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമനുസരിച്ചിനുള്ള ഇത്തിരി ഉപ്പ്, നേരത്തെ ചേർത്ത് വെച്ചായത് കാരണം ഉപ്പ് ഞാൻ കുറച്ചേ ആഡ് ചെയ്യുന്നുള്ളൂ. അതുപോലെ ഒരു ചെറിയൊരു പുളിപ്പിന് വേണ്ടി ഒരു നാരങ്ങ നീരും കൂടി പിഴിഞ്ഞു കൊടുക്കുകയാണ്. ഞാനൊരു ഹാഫ് ലെമൺ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ ഇതിനകത്ത്. അപ്പോൾ ഏകദേശം നമ്മുടെ സ്റ്റഫിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് ഒരു ബൗളിൽ ഏകദേശം 2 തൊട്ട് 3 ടേബിൾ സ്പൂൺ വരെ ഗോതമ്പ് പൊടി എടുക്കുക. അതിൽ ആവശ്യമുള്ള റിഫൈൻഡ് ഓയിൽ ഒഴിക്കുക. ഇതൊരു തിക്ക് പേസ്റ്റ് ആക്കണം, ഭയങ്കര തിന്നാവാൻ പാടില്ല. കുറച്ച് എണ്ണ ഒഴിച്ച് നമ്മൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഏകദേശം ഞാൻ ഇതിനകത്ത് കാണിച്ച പോലെയുള്ള ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഇത് നമ്മുടെ കിഴി ബേസിനെ നല്ല ക്രിസ്പി ആക്കാനുള്ള ഒരു പേസ്റ്റാണ്. ഇത് ഏകദേശം ഇതുപോലെ തിക്നെസ്സാണ് വേണ്ടത്. ഇനി നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച് നമ്മുടെ മൈദാമാവ് എടുത്ത് ഇത് 2ആയിട്ട് ഡിവൈഡ് ചെയ്യണം. ഇതിപ്പോഴും നല്ല സോഫ്റ്റാണ്, നമ്മൾ മൂടി വെച്ച കാരണം ഇതിൻ്റെ മോയ്സ്ചറൊക്കെ അതേപോലെ തന്നെ ഉണ്ട്. അപ്പോൾ ഇത് 2ആയിട്ട് ഡിവൈഡ് ചെയ്ത് ഇതൊന്നും കൂടി ഒന്ന് കുഴച്ച് കൊടുക്കാം. ഇതുപോലെ ഞാൻ രണ്ടായിട്ട് ഇത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പം നമുക്ക് എത്രയാണ് നമ്മുടെ കിഴി വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ സൈസ് അനുസരിച്ച് നമ്മൾ ഇതിന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം ഞാനിത് അധികം വലിപ്പത്തിലല്ല ഉണ്ടാക്കിയേക്കുന്നത്. അപ്പം ഞാൻ ചെറിയ കട്ടിങ്സ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇതുപോലെ നമ്മളിതിനെ ഡിവൈഡ് ചെയ്തെടുക്കുകയാണ്. ഓരോ ഉരുളകളും നമ്മൾ ചപ്പാത്തി പരത്തുന്ന പോലെ തന്നെ പരത്തണം. പക്ഷേ ചപ്പാത്തി പരത്തിനേക്കാളും നൈസായിട്ടാണ് ഇത് പരത്തുന്നത്. അപ്പോൾ ഇതുപോലെ നല്ല തിന്നായിട്ട് പരത്തി കൊടുക്കാം. ഇത് എത്രത്തോളം ഇതിൻ്റെ തിക്നെസ് കുറയുന്നു അത് അത്രത്തോളം നല്ല ക്രഞ്ചി ആയിട്ടിരിക്കും. അപ്പോൾ നമ്മൾ മുമ്പേ ഉണ്ടാക്കി വെച്ച ആ ഗോതമ്പ് പൊടീൻ്റെ പേസ്റ്റ് ഇതിൽ തേച്ച് കൊടുക്കുകയാണ്. അധികം കട്ടിക്ക് തേച്ച് കൊടുക്കേണ്ട, പക്ഷേ എല്ലാ സൈഡും ഈ ഗോതമ്പ് പൊടീൻ്റെ മിക്സ്ചർ നല്ലോണം തേച്ച് കൊടുക്കണം. ഇത് നമ്മുടെ കിഴിക്ക് നല്ല എക്സ്ട്രാ ക്രിസ്പിനെസ് കൊടുക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇതുപോലെ തേച്ച് കൊടുക്കുക. എന്നിട്ട് 4ആയിട്ട് മടക്കണം. ഇതാ കിഴിക്ക് എക്സ്ട്രാ ലെയേഴ്സ് കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ ഓരോ ലെയേഴ്സും നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. നല്ലോണം പ്രസ് ചെയ്തിട്ട് ഒന്നും കൂടി പരത്തി കൊടുക്കണം.
ഇനി നമ്മൾ നല്ല നൈസായിട്ട് പരത്തി കഴിഞ്ഞു. ഇതിലേക്ക് നമ്മുടെ നേരത്തെ ഉണ്ടാക്കി വെച്ച സ്റ്റഫിങ്സ് നിറച്ചു കൊടുക്കാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഓവറായിട്ട് ഫില്ല് ചെയ്യരുത്, അല്ലെങ്കിൽ നമ്മുടെ കിഴി നല്ലോണം പൊന്തി വരില്ല. അപ്പോൾ സ്റ്റഫിങ് കുറച്ച് യൂസ് ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ ഇങ്ങനെ എക്സ്ട്രാ വരുന്ന സ്റ്റഫിങ്സ് നമുക്ക് റിമൂവ് ചെയ്തെടുക്കണം. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് സീൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ബാക്കി കിഴി ഇതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കിഴി ഫ്രൈ ചെയ്യാൻ ആവശ്യമുള്ള റിഫൈൻഡ് ഓയിൽ ഞാൻ ചീൻചട്ടിയിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ബബിൾസ് വരാറാകുമ്പോൾ നമുക്ക് നമ്മുടെ കിഴി ഫ്രൈ ചെയ്യാൻ റെഡി ആയിട്ടുണ്ടെന്ന് അർത്ഥം. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എപ്പോഴും തീ ലോ ടു മീഡിയം ഫ്ലെയിമിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഹൈ ഫ്ലെയിം ആയി കഴിഞ്ഞാൽ ഇത് വേഗാണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുപോലെ ലോ ഫ്ലെയിം ആയി കഴിഞ്ഞാൽ ഇത് നല്ലോണം എണ്ണ കുടിക്കുകയും ചെയ്യും. അപ്പോൾ ഈ കാര്യം ശ്രദ്ധിക്കുക. എപ്പോഴും ലോ ടു മീഡിയം ഫ്ലെയിമിൽ മാത്രം തീ അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇതൊരു ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ നല്ലോണം ഫ്രൈ ചെയ്തെടുക്കുക. ഇപ്പോൾ രണ്ട് സൈഡും നല്ല ഗോൾഡൻ ബ്രൗണും ക്രിസ്പി ആവുന്ന വരെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാവരും കിഴി ചിക്കൻ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്.